റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ DMK ഇടുക്കി ജില്ലകളിലെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം മണ്ഡലങ്ങളിൽ മത്സരിക്കും. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ പ്രാവശ്യം ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിഹ്നം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പീരുമേട് താലൂക്കിൽ ഒരു ഉപ്പതറ പഞ്ചായത്തിൽ ഒരു 6 വാർഡിലായിട്ട് നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്കിലേക്ക് ഒരു 2 സ്ഥാനാർത്ഥികൾ, അങ്ങനെ പിന്നെ ദേവികുളം, അങ്ങനെ ഉടുമ്പൻചോല അങ്ങനെ ഭാഗത്തൊക്കെ നിർത്താണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. BJPയിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തടയിടും. BJPയിലേക്ക് ഇപ്പോൾ ഈ 2 പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാർ ചിലപ്പം BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെ തടയിട്ടുകൊണ്ട് നമ്മുടെ പാർട്ടിയിലേക്ക് വരുമ്പം അതിനെ ഞങ്ങൾ സ്വീകരിക്കും. അതിനിടെ ജില്ലയിലെ DCC നിർവാഹക സമിതി അംഗം DMKയിൽ ചേർന്നു. പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ സ്ഥാനാർത്ഥികളാക്കിയതിൽ പ്രതിഷേധിച്ചാണ് VK കുഞ്ഞുമോൻ രാജിവെച്ച് DMKയിൽ ചേർന്നത്. പ്രതികരണം. എനിക്കറിയിക്കുന്ന ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് റിസർവേഷൻ സീറ്റ് ആവുകയും ഒരു ബന്ധവുമില്ലാത്ത പ്രസ്ഥാനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമൊന്നുമില്ലാത്ത റിട്ടയർഡ് ജീവനക്കാരായിട്ടുള്ള ആളുകളെ, ഉദ്യോഗസ്ഥന്മാരെ, റിട്ടയർഡായവരെ കൂട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് അവരിൽ നിന്ന് സമ്പത്തുകളൊക്കെ പൈസ ആവശ്യത്തിന് വാങ്ങുക, അവരെ സ്ഥാനാർത്ഥികളാക്കുക. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇനി തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പം അതിൻ്റെ പേരിൽ അത്തരം ഒരു സംഭവം നമുക്ക് അനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറാനും DMK എന്ന പ്രസ്ഥാനം ഇന്ത്യൻ പാർലമെൻറ്റിൽ 10-30 MP-മാരും അതോടൊപ്പം തന്നെ 300 MLA-മാരും അടങ്ങുന്ന ആ ദേശീയ പ്രസ്ഥാനമായി മാറാൻ പോകുന്ന ആ പാർട്ടിയിൽ എനിക്ക് ആശയപരമായി എനിക്ക് അതിനോട് യോജിപ്പുണ്ട്. ആ നിലപാട് സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, DMK ഇത് എന്തു ഭാവിച്ചാണ് ഇടുക്കിയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്? ശരിക്കും സീരിയസ് ആണോ? ഡോക്ടർ അരുൺ, തമിഴ്നാട്ടിൽ പാർട്ടിക്കുള്ള ഭരണവും സ്വാധീനവും ഇടുക്കിയിലും ഗുണം ചെയ്യുമെന്നാണ് DMKയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് തോട്ടം മേഖലകളിലെല്ലാം തന്നെ DMKക്ക് ഒരു സ്വാധീനമുണ്ട്. അത് വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് DMK നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 3 മണ്ഡലങ്ങളിൽ, 3 നിയമസഭാ മണ്ഡലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. DMKയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇടുക്കിയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇവിടെ ഓഫീസുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉപ്പുതറ പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ദേവികുളം, ഉടുമ്പൻചോല തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ അതായത് BJPയുടെ വളർച്ച തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യം, മറിച്ച് LDFനെയോ UDFലെയോ വളർച്ച തടയുകയല്ല, അതിലുപരി BJPയുടെ വളർച്ച തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് DMK വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസിൽ നിന്നും ഒരാൾ DMKയിൽ ചേർന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. DCC നിർവാഹക സമിതി അംഗമാണ് ഒരു നിർവാഹവും ഇല്ലാതെ DMKയിൽ ചേരേണ്ടി വന്നിരിക്കുന്നത്. DCC നിർവാഹക സമിതി അംഗമായിരുന്ന VK കുഞ്ഞുമോനാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് കഴിഞ്ഞ 25 വർഷമായി ഉപ്പുതറയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി 25 വർഷം പണിയെടുത്തിട്ടും തനിക്കൊരു സീറ്റ് ലഭിച്ചില്ല. അതുകൊണ്ട് താൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് അതേ വാർഡിൽ തന്നെ DMK സ്ഥാനാർത്ഥിയായി DMKയുടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ പോകുന്നു. കൂടുതൽ ആളുകൾ DMKയിലേക്ക് വരുമെന്ന കാര്യം കൂടി DMK വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുൺ.